ക്ലാരിറ്റി ഞാൻ തരാം ഗൈസ്. ഐ എം നോട്ട് മാരീഡ്. ഓക്കെ ഗൈസ്, അതൊരു ആഡായിരുന്നു. ഞാൻ ഒരു കാര്യം പറ്റേ, നമുക്ക് ഇങ്ങനെ ഒരു കോൺട്രാക്ട് വന്നിരുന്നു. ഓക്കെ, ഒരു വെഡിങ് കമ്പനിയായിട്ട് ഒരു കോൺട്രാക്ട് വന്നിരുന്നു. അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു. സംഭവം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫസ്റ്റ് ഇവരാദ്യം പ്ലാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കാസർഗോഡുള്ളൊരു വെഡ്ഡിങ് കമ്പനിയാണ്. ഓക്കെ, വെഡ്ഡിങ് കമ്പനീൻ്റെ ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഒരു ഗേളുമായിട്ട് ഞാനും ആ ഗേളും അവരെ വെഡ്ഡിങ് ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാനാണ്. വീഡിയോ എടുത്തിട്ട് കാസർഗോഡുള്ള തിയേറ്ററുകളിലെല്ലാം പ്ലേ ചെയ്യാനാണ് അവർ വീഡിയോ ചോദിച്ചത്. മനസ്സിലാവും. പിന്നെ ഇത് റീലിലേക്കല്ല, ഇത് റീല് ഇടുമെന്ന് വിചാരിച്ചതല്ല ആദ്യം. മനസ്സിലാവും. അത് നമ്മൾ അവിടെയുള്ള കാസർഗോഡ് ഇപ്പം നമ്മൾ തിയേറ്ററിലെല്ലാം പോയി കഴിഞ്ഞാൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഈ കല്യാൺ സാരീസിൻ്റെ ആഡ് വരില്ല, അതുപോലെ ഒരു ആഡ് ഷൂട്ട് ചെയ്യാന്നുള്ള ലെവലിൽ ഇതായതാണ്. മനസ്സിലായി, പ്ലാൻ ആയതാണ്. പിന്നെ അത് സംസാരിച്ച് പിന്നെ അത് ഷൂട്ടെല്ലാം ചെയ്ത് നമുക്ക് നല്ല അടിപൊളിയായി. പിന്നെ റീൽസ് ഇടാന്ന് വിചാരിച്ചു. അങ്ങനെ റീൽ കോൺട്രാക്ട് ആക്കി. അങ്ങനെ ഇത് വന്നതാണ്. മനസ്സിലാവും. ഇത് എല്ലാ റീൽസ് ഇടുന്ന അല്ലാണ്ട് എനിക്ക് ആ പെണ്ണിനോടൊന്നും ഇല്ലല്ലോ. എന്താ അങ്ങനെ ചോദിച്ചാ? എല്ലാം ഒന്നും ഇല്ലല്ലോ. എന്താ അറിഞ്ഞിട്ട് എന്തിനാ? ഞാൻ അറിയണ്ടേ? എനക്ക് അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ